and sleeping, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് പലതരത്തിൽ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമാർന്ന ഒരു കറിയാണ് അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരി അരച്ച് അരമണിക്കൂറിനുള്ളിൽ അപ്പം ചുടുന്ന ബാറ്ററാണ് ഞാനിത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അരി അരച്ച് അരമണിക്കൂറിനുള്ളിൽ അപ്പം ചുടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എൻ്റെ സ്ക്രീനിലിട്ടേക്കാം, അത് പോയി കാണുക കാണാത്തവർ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം, മരിമാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് അങ്ങനെ തന്നെ വെക്കുക, അടച്ചൊന്നും വെക്കണ്ട. എന്നിട്ട് നമ്മൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയെന്ന് കാണുമ്പോഴത്തേക്കും, അടിവശം മൊരിഞ്ഞൊന്ന് കാണുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ. നല്ല ടേസ്റ്റാണ് കേട്ടോ, രണ്ട് വശം മുരിഞ്ഞ്. ഇനി അടുത്ത അപ്പം റെഡിയാക്കുന്ന ക്യാരറ്റ്, 2 ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അത് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു, ബാറ്റർ ഒഴിക്കുന്നു. ബാറ്ററിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ക്യാരറ്റ് അപ്പത്തിനുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. അതും നമ്മൾ ദോശക്കല്ലിൽ തന്നെ ചുട്ടെടുക്കുന്നു. അപ്പം ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നു. അത് തിക്കായ ബാറ്ററായി. ഇതും കൂടെ ഈ ക്യാരറ്റെല്ലാം കൂടി ചേർത്ത് അരച്ചിട്ടുള്ളതുകൊണ്ട് നല്ല തിക്കായിട്ടുണ്ട്. പിന്നെ ഞാനത് സ്പൂൺ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർ ഈ കളറൊക്കെ കാണുമ്പോൾ തന്നെ കഴിച്ചോളും. കഴിക്കാത്ത പിള്ളേരും കഴിക്കും. പിന്നെ പച്ചക്കറിയും ഉള്ളിലേക്ക് ചെല്ലും. ക്യാരറ്റൊക്കെ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കും കുഞ്ഞുങ്ങൾക്ക്, അവർ കഴിച്ചോളും. ഇനി അടുത്ത അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ആ ബാറ്ററിനകത്തേക്ക്. അത് നമുക്ക് പാലപ്പത്തിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതേ ബാറ്റർ തന്നെ, സെയിം ബാറ്ററിനകത്ത് ഞാൻ ശകലം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് പാലപ്പത്തിനുള്ള ചട്ടി വെക്കുന്നു. ആ ചട്ടിക്കകത്തോട്ട് നമ്മൾ മാവ് ഒഴിച്ചു, ചട്ടി ചൂടായി കഴിഞ്ഞാൽ മാവ് ഒഴിച്ചു ചുറ്റിച്ച് കൊടുക്കണം. അപ്പത്തിന് ചുറ്റിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചിട്ട് അപ്പത്തിന് ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ച് കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പാലപ്പം ചുടാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ ഈ വെളുത്തുള്ളി അപ്പത്തിൻ്റെ ശകലം ബാറ്ററും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും. അങ്ങനെ പാലപ്പം ചുട്ടെടുത്തേക്കുന്നത്. അങ്ങനെ അടച്ച് കുറച്ച് നേരം വെക്കുക. അപ്പോൾ ഇത് പല രീതിയിൽ അപ്പം അങ്ങനെയൊക്കെ വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും, മുതിർന്നവർക്കും ഇഷ്ടമാകും, പ്രായം ചെന്നവർക്കും ഇഷ്ടമാകും, എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ എത്ര തരവാ, 1, 2, 3 ക്യാരറ്റപ്പം, 4 സാധാരണ അപ്പം, ഒന്നും ചേർക്കാത്ത. അപ്പോൾ നമ്മൾ 4 തരം അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് പറ്റിയ ഒരു കറിയും കൂടിയാണ് ഇനി കാണിക്കുന്നത്. അതിനായിട്ട് 2-3 സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചത്, 2 മുട്ട, കുറച്ച് മുളക് പൊടി, 2 തക്കാളി, ഒരു ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കറുവപ്പട്ട, പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. ഇത്രയാണ്. പിന്നെ നമ്മളത് അടുപ്പിൽ എണ്ണ വെച്ചിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കുന്നു. കടുക് ഒന്ന് പൊട്ടിത്തെറിക്കട്ടെ, അവിടാന്ന് തെറിച്ചോട്ടെ. കടുകുറ കടുകുറ കടുകുറ. അത് കഴിയുമ്പോൾ നമ്മൾ കരിയാപ്പില ഇട്ട് കണ്ടോ, പറക്കുന്ന കണ്ടോ, ഇതെല്ലാം. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ഓടിപ്പോകുന്നുണ്ട് അതിനിടയ്ക്ക്. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞ ആ കൂട്ടെല്ലാം കൂടി, തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നു, ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നു, അതൊന്ന് വഴറ്റിയെടുക്കുന്നു. സവോള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെക്കുക. അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്ത് ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു. അപ്പം ഞാൻ മല്ലിപ്പൊടി എടുത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടോളൂ. അതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 സ്പൂൺ മതി കേട്ടോ. അത്രയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് എല്ലാം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ആ പൊടിയും എല്ലാം, മൂത്ത പൊടിയെല്ലാം കൂടി ചേർന്ന് ഒന്ന് വെള്ളവുമായിട്ട് ഇരുന്ന് ഒന്ന് തിളക്കട്ടെ. തിളച്ചൊന്ന് ഗ്രേവി ഇതായി വെന്തു എന്ന് തോന്നുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്ക്
2 പച്ചമുട്ട പൊട്ടിച്ച് ആ കറിയിലേക്ക്, അത് ചൂടുള്ള ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫാക്കിയിരിക്കണം. ഗ്യാസ് ഓണാക്കി വെച്ചുകൊണ്ട് ചെയ്യരുത്. ആ കറിയുടെ ചൂട് കൊണ്ടാണ് ആ പച്ചമുട്ട അതിനകത്ത് കിടന്ന് വെന്ത് കറി ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വരും. കണ്ടില്ലേ, നല്ല രീതിയിൽ കുറുകി വന്ന് ഒരു ഗ്രേവി, വലിയ ചാറല്ല, നല്ല കുറുകി ആ മുട്ടയുടെയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ, ഞാൻ ഇട്ടിരിക്കുന്ന ഏലയ്ക്ക കറുവപ്പട്ടയുടെയൊക്കെ ഒരു മണം, എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ആ മണം അടിച്ചപ്പോഴേ എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മ ഇപ്പം തന്നെ വേഗം എടുത്തോ എന്നും പറഞ്ഞ്. പിന്നെ ഞാൻ അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഇത് കണ്ടോ. പിന്നെ നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ടു. മല്ലിയില ഇതൊരു പ്രത്യേകതരം മല്ലിയിലയാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മല്ലിയില പരിചയപ്പെടുത്താം കേട്ടോ. ഇപ്പോൾ എൻ്റെ കറിയും ഈ 4 തരം അപ്പവും ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം പോയി ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.